എല്ലാ പാണ്ടികളും പോയാ? സകല പാണ്ടികളും പോയി. ഒരു ഈച്ച പോലും ഇനി ബാക്കിയില്ല. അവനെ തുണിമണി സാധനങ്ങളൊന്നും എടുത്തിട്ടില്ലെന്നുള്ളൂ. നാളെ വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്യാം. എടുക്കാൻ ആള് വന്നില്ലെങ്കിൽ എല്ലാം കൂടി ചുറ്റുകുടുത്തി നടീനടന്മാരെയൊക്കെ പിടിച്ച് കൊട്ടയിലാക്കിയോടോ? നേരത്തെ പറഞ്ഞ പെഗ്ഗിന്റെ ചായയുടെ കാശ് ഇനി പെഗ്ഗിന് വേണ്ടി പെഗ് ചെയ്യണ്ടപ്പോ. ഇനി ഈ ആവശ്യം വരികയാണെങ്കിൽ എന്നെ വിളിക്കാൻ മടിക്കണ്ട കേട്ടോ. ഒക്കെ കലങ്ങി തെളിഞ്ഞു കഴിയുമ്പോ ഒരു മെഗാ സീരിയൽ പിടിക്കാനുള്ള പ്ലാൻ ഉണ്ട്. പാമ്പിന് വയസ്സാവുന്നവർ അഭിനയിക്കാമല്ലോ, ഒരിക്കലും തീരൂലല്ലോ. ശരി സീരിയലിന്റെ അഡ്വാൻസ് വെറുതെ പറ്റിക്കാണല്ലേ. വല്ലഭ കീരി. കീരിയാ? എന്ത് കീരി? കീരിയതല്ലടാ, കീരിന്ന്. കീരിയുടെ ധൈര്യത്തിലാണ് അവരുടെ വരവ്. അങ്ങനെ പാമ്പിന്റെ എപ്പിസോഡും പാമ്പാട്ടി. കാശൊക്കെ തന്നതല്ലേ, പോവാൻ നോക്കട പാമ്പാട്ടി പട്ടി. അത് പിന്നെ പിന്നെ പോടാ കുറങ്ങാ. പോയി പുലിയുണ്ടെ കൊണ്ടുപോടാ. സാറുമാര് ഞാൻ പറഞ്ഞൊന്ന് കേക്ക്. നീ ഒരു പുല്ലും പറയണ്ട, വെറുതെ കയ്യിലുണ്ടായിരുന്ന കാശും പോയി. അയ്യോ കാര്യം പറയാൻ സമ്മതിക്കണില്ലല്ലോ. സാറുമാരെ എന്റെ ശക്തിയിലെ കാണാനില്ല. ഷക്കീരെ കാണാനില്ല, അതിനിപ്പോ ഞങ്ങളെന്ത് വേണം? 4 പിടിച്ചെന്ന് വിചാരിച്ച, പിന്നെ നോക്കിയപ്പോ അവളില്ല. ഇവിടെ എവിടെയോ ഉണ്ട്. ആണുങ്ങളോടത്ത് അവള് ചുറ്റിക്കറങ്ങൂ. താനിങ്ങോട്ട് വന്നേ. എന്തിനാ? കല്ലാനാ? അതിനൊന്നും അല്ല. എങ്ങനെയെങ്കിലും താൻ ഇവിടെ ഷക്കീലിനെ പിടിച്ചോണ്ട് ഇവിടെ പാമ്പാട്ടി മാമ പ്ലീസ്. എനിക്ക് തീരെ സമയമില്ല. പാമ്പിന്റെ ഓണവേ, ഞങ്ങളെ ചതിക്കരുത്. എന്റെ കല്യാണം ഫിക്സ് ചെയ്ത് വെച്ചേക്കാണ് പാമ്പറ. നാളെ കമലഹാസൻ അവിടെ വെറുതെ ഇരിക്കേണ്ടി വരും. ഈ കുഞ്ഞുങ്ങൾ 2 വേണം സീലെടുക്കാൻ. ഊട്ടിക്കുള്ള ബസ് ഇപ്പൊ പുറപ്പെടും. മറ്റന്നാ വന്ന് ഞാൻ പിടിച്ചോളാം. അതുവരെ അവളെ സൂക്ഷിക്കണേ. കൂടിയ വിഷമുള്ള ജാതിയാ. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. നീ എവിടെ പോവാ? വിഷമൈത്തിനെ വിളിക്കാൻ പോയിട്ട് വേഗം വരണേ. ഞാൻ ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കും. ஐயா பாம்பு எவடா இல்ல பாம்புன்னு வரஞ்சா ஆறு வரஞ்சு. இந்த தமிழ்நாட்டு ஏரியால உன் எதிரி எங்க இருந்தாலும் தேடி புடிச்சு கடிச்சு கொள்ளு. ചരിത്രപരമാ കീരിയും പാമ്പും അമേരിക്കാവും ഇറാഖും മാതിരി എങ്ക മുറ്റത്ത് നിന്ന് ഇவ்வளவு വലിയ 3 പാമ്പുകളെ കടിച്ചു കൊണ്ടിരിക്കുന്ന രാജാ. ബെസ്റ്റ് ഓഫ് ലക്ക്. ഞാൻ കുട്ടിയുടെ ശത്രുവൊന്നുമല്ല, ആരുടെയും ശത്രുവല്ല. എന്റെയും എന്റെ പെങ്ങളുടെയും ഭാവി ഈ വീടുമായിട്ട് ഇങ്ങനെ കൂടിക്കുഴഞ്ഞ് കിടക്കുക. എന്റെ കുറച്ച് കാശ് ഇവിടെ പെട്ടുപോയി. അത് കിട്ടിയാലേ ഞങ്ങളുടെ പല പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ വീട്ടിൽ നിന്നൊന്ന് ഒഴിഞ്ഞ്. അപ്പൊ ഞങ്ങളെ കുടിയൊഴിപ്പിക്കാൻ വേണ്ടിയായിരുന്നല്ലേ പാമ്പാട്ടിയെ കൊണ്ടുവന്ന് പാമ്പിനെ വിട്ടത്? അതെനിക്ക് ഇഷ്ടായി. എന്നാലല്ലേ തിരിച്ച് ഞങ്ങൾക്ക് ഒരു നമ്പർ ഇടാൻ പറ്റുള്ളൂ മോനെ ദിനേശ. സത്യം പറഞ്ഞ ഇപ്പോഴാ ഒരു അടിപൊളി വെക്കേഷന്റെ മൂഡിലേക്ക് ഞങ്ങൾ എത്തിയത്. താങ്ക്സ്. പിന്നെ ഒരു സംശയം, ഇപ്പോഴെന്താ ഇങ്ങനെ ഒരു ബഹുമാനമൊക്കെ തോന്നാൻ? അന്നൊരു ബൊമ്മ എടുത്ത് മാറ്റി വെക്കുന്ന പോലെ അല്ലായിരുന്നോ സാറിന്റെ പ്രകടനം? ഒക്കെ ഒരു തമാശയായിട്ട് എടുത്ത്. ഓ, തമാശയായിരുന്നോ? എനിക്ക് അങ്ങനെ തോന്നില്ലായിരുന്നു കേട്ടോ. കൂടുതൽ വിസ്തരിച്ച് എന്തിനാ സമയം കളയുന്നേ? ഈ വീട്ടിൽ നിന്ന് ആദ്യം ആരാ ഇറങ്ങുന്നേന്ന് നമുക്ക് കാണണം. അത്രയല്ലേ ഉള്ളൂ. കാണാം. ഏത് നശിച്ച സമയത്താണാവോ പണ്ടാരക്കാലിന് പാമ്പിനെ കൊണ്ട് എഴുന്നള്ളാൻ തോന്നിയത്? ബാക്കിയുള്ളവന്റെ മനസ്സമാധാനം കളയാൻ. ശരിയാണ്, അതുകൊണ്ടാണല്ലോ നമ്മൾ സ്റ്റാർട്ടും കെട്ടും പറഞ്ഞു നടക്കേണ്ട ഗതികേട്. മലയാറ്റൂർ മുത്തപ്പ, ആ ചക്കിലെ പാമ്പിനെ ഒന്ന് കാട്ടിത്തരണമേ. കാട്ടിത്തന്ന അടുത്ത 10 വർഷം ഇവന്റെ തലയിൽ കുരിശിയേറ്റി ഞാൻ മലയെത്തിക്കാമേ. ഇതിൽ വലിയ കുരിശുണ്ടായി. ആരെങ്കിലും പറഞ്ഞാൽ പറ്റാ. നീ ഒരു കാര്യം, നീ ആദ്യം കട്ടു പറ, ഞാൻ പിന്നെ പറഞ്ഞോളാം സ്റ്റാർട്ട്. ഇതെന്താ ഈ കുടുക്കുമായിട്ട് കിടക്കണത്? അട്ടനെ പിടിക്കാനാ? അയ്യേ, ഈ കുടുക്ക ഇത് അട്ടനെയും പിടിക്കാം ആനേനെയും പിടിക്കാം. ബുദ്ധി വേണം, ബുദ്ധി. കുടുക്കിനാ? അല്ല, നീ ഇതെന്താ പശുവിന്റെ ഫോട്ടോ വരച്ചോണ്ട് കിടക്കണേ? പശുവല്ല, കീരി. കീരി എന്തിന്? ഈ കീരിയുടെ ഫോട്ടോ കാണുമ്പോണ്ടല്ല പാമ്പ് പേടിച്ച് നിൽക്കും. ഞാനപ്പ ഈ വടി കൊണ്ട് പാമ്പിനെ തല്ലിക്കൊല്ലും. അതിന് പാമ്പിന് ഇത് കീരിയാണെന്ന് തോന്നണ്ടേ? അതിനല്ലേ ഞാൻ എഴുതി വെച്ചേക്കണം. എവിടെ? ഇത് കീരിന്നല്ല, കിറിന്നാണ് നീ എഴുതി വെച്ചേക്കണേ. നിനക്ക് വിദ്യാഭ്യാസം ഇല്ലാന്ന് പാമ്പ് ആയിരിക്കില്ലടാ. അതൊക്കെ പാമ്പ് അഡ്ജസ്റ്റ് ചെയ്ത് വായിച്ചോളൂ. ഇനിയിപ്പോ എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ ഞാൻ കീരിയുടെ ശബ്ദം ഇടും. നിനക്ക് കീരിയുടെ ശബ്ദം അറിയാമോ? പിന്നെ എങ്ങനെ? ഇത് കീരിയുടെ അല്ല, കിളിയുടെ.
കീരിയുടെ ശബ്ദം എനിക്കറിയാം. ഒന്ന് കാണിച്ചേ. ചില്ലും ചില്ലി ചില്ലും കിളിമരത്തോണി. ഇത് പഴയ സിനിമയിലെ പാട്ടാണ്. ഇത്ര പെട്ടെന്ന് സിനിമയിലും വന്നാ? പണ്ടേ വന്ന്. ആ ഞാൻ അറിഞ്ഞില്ല. നീ ഇതിലേ പോ, ഞാൻ അതില് പോയി. കിലും കിലു കിലു. ദേ, 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 കളിയാക്കല്ലേ ട്ടാ, കാരണന്മാരെ കളിയാക്കല്ലേ. പാമ്പ് എത്തും. സ്റ്റാർട്ട് കട്ട് സ്റ്റാർട്ട് കട്ട് സ്റ്റാർട്ട്. എന്റെ ഈ തോർത്താരം ഇവിടെ കൊണ്ടുവന്നിട്ടത്? ഓ, ഇവിടെ കളയാതെ ഇനി തോർത്തെടുക്കാൻ പറ്റില്ല. ആ വല്ലവന്റെ പണിയായിരിക്കും. ഇനി ബാത്റൂമിൽ ചെല്ലുമ്പോ അല്ലെങ്കിൽ തോർത്ത് കാണൂല. സ്റ്റാർട്ട് കട്ട്. ഈ പാമ്പിനെ ശരിക്കും നോക്കിയില്ലെങ്കിൽ ഉണ്ടല്ലോ അവൻ തലേ കയറും. ആ 4 വടി ഉണ്ടല്ല, അത് മതി. ഈ ഷക്കീല പാമ്പ് എവിടെ പോയിന്നറിയില്ല. ചിലപ്പോ ഉറങ്ങിയിട്ടുണ്ടാവും, രാത്രിയായില്ലേ. പറമനുക്ക് മുക്കൺ தேவையில்லை வீரனுக்கு. അയ്യടാ പരമശിവസ്വാമി. പണ്ടാളങ്ങ കൊതുക് കടിച്ചിട്ട് ഇരിക്കാനും പറ്റണല്ലോ. സ്റ്റാർട്ട് കട്ട്. എന്താടാ എന്താടാ? പാമ്പ്. എന്തേ? പട്ടിയാ? പാമ്പിനെ പേടിക്കല്ലോ, പിന്നെയാണ് പട്ടി. ദേ വടി 4 കൊണ്ടെന്നിരിക്കുന്ന ചക്കീല പാമ്പ് പോയിട്ട് മറിയ പാമ്പ് എന്റെ 7 അയൽവക്കത്ത് വരൂല. ആ അവിടെ നിന്നൊരു വെമ്പാല വരുന്നുണ്ട്. ശിവനല്ല, വാസു, വടിവാള് വാസു. പരമശിവ ആശീർവാദം താരം. പാമ്പ് ഇവിടെ കോടിയെടുക്കൽ കൊത്തിയിട്ട് അവസാനം എന്റെ പടത്തേക്ക് വരരുത്. ആ എന്താടാ കാണിക്കുന്നത്? പാമ്പിനെ പേടിപ്പിക്കാനാ. ഇത് കീരിയല്ലേ പണ്ടാറടക്കാനിട്ട്? തോളത്ത് പാമ്പ്. ആരുടെ? നിന്റെ തോളത്ത് കയറല്ലേ കിടക്കുന്ന? എന്റെ തോളത്തല്ല, ചേട്ടന്റെ തോളത്ത് പാമ്പ്. എന്റെ തോളത്ത് തോർത്തല്ലേ? അയ്യോ ദൈവം, തൊട്ടുകൂടുന്നു. അടിക്കപ്പെടാതെ. അടിച്ചപ്പോ പിന്നെ നോക്കിക്കേ. ചേടാ ഈ കുടം വെച്ച് അവനോടെ പോയി. ഈ ശക്തിയില ചേച്ചി വിഴുങ്ങിയ പോയോ? അവര് പോയി. ആ ഇന്നും ബ്രെഡും പഴമെന്നാ തോന്നുന്നത്. തിന്ന് നിന്നും അടുത്ത്. ബ്രെഡ് എങ്കിൽ ബ്രെഡ്. പട്ടിണി കിടന്ന് ചാകുന്നതിനേക്കാൾ നല്ലതാ പാളയം കുടം പഴം. ഇങ്ങത്താ വെച്ചത്തട്ട് കുടല് കരിയാണ്. ഇത് നിനക്കുള്ളതല്ല. ഞാൻ കഴിച്ചിട്ട് ബാക്കിയുള്ളവർ കഴിച്ചാൽ മതി. 2 പേരും തർക്കിക്കണ്ട. ഇങ്ങതാ 3 പേർക്ക് ഞാൻ വൃത്തിയായിട്ട് പങ്കുവെക്കാം. എന്തൊരു കഷ്ടം. ഞാൻ പറഞ്ഞത് ഇത് നിങ്ങൾക്ക് തിന്നാണതല്ല. അപ്പൊ നിനക്ക് മാത്രമേ വാങ്ങിച്ചുള്ളൂ. നിക്കടാ, എന്തിനാ ഈ കയറ്? തൂങ്ങിച്ചാവാനല്ല. ഓ ഞാൻ പേടിച്ചു പോയി. അഴകെട്ടാനടാ. അതല്ല വാസുവേട്ടാ. ഏതല്ല? തൂങ്ങിച്ചാവാൻ നടക്കുന്നവൻ അത് പറഞ്ഞോട് നടക്കൂ. പറഞ്ഞതിന് ശേഷമല്ല അവൻ നടന്നത്. വന്നേ. അതെ, എന്താ നിന്റെ പ്രശ്നം? പ്രശ്നം? ആ ഇവിടുത്തെ പ്രശ്നമൊക്കെ വാസുവേട്ടൻ അറിയാവുന്നതല്ല. അതൊക്കെ എനിക്കറിയാം. നിന്റെ ഈ തീരുമാനത്തിനുള്ള കാരണം എന്താണെന്ന് പറ. ആ പരമമ്മാവനെയും കുടുംബത്തെയും വഴിയാധാരമാക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ അത് നടക്കില്ല. നീ കൂടുതൽ പുണ്യാളനാവല്ലേ? നീയും കൂടി കൂട്ടി നിന്നിട്ട് അവര് വീട് മേടിച്ചത്. വേണ്ട വേണ്ടെന്ന് എത്ര പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞതാ. ദേ അവരെ ഈ കുഴിക്കൊണ്ടേ ചാടിച്ചിട്ട് അങ്ങനെ അങ്ങ് തൂങ്ങി രക്ഷപ്പെടാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ ഞാൻ തൂങ്ങുകയാണെങ്കിൽ തമിഴത്തികളെ ഒന്നടങ്കം കൊന്നു കുഴിച്ചു മൂടിയിട്ടേ ഉള്ളൂ. അത് ഞാൻ നേരത്തെ തീരുമാനിച്ചിട്ടുള്ള കാര്യമാണ്. നീ ഇപ്പൊ പറഞ്ഞത് അതിന്റെ ശരി. ഇക്കാര്യത്തിൽ എന്റെ എല്ലാ സപ്പോർട്ടും നിനക്കുണ്ട്. ഓ എന്നിട്ട് വേണം നിനക്ക് ആ പരമനാരുടെ മോളായിട്ട് ഇവിടെ കിടന്ന് മേളാങ്കിക്കാൻ. അല്ലടാ. അല്ലേലും പണ്ടേ നീ ഇങ്ങനെ തന്നെയാ. ഒരു നല്ല കാര്യം പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവൂല. ദിനേശ, വാസുവേട്ട, ആത്മഹത്യയും കൊലപാതകവും ഒരമ്മ പെറ്റ ഇരട്ട മക്കളാണ്. നീ ആ കയറി കണ്ടേ. ഞാൻ സെറ്റപ്പ് ഒന്ന് റെഡിയാക്കട്ടെ. ഭാഗ്യത്തിന് കുളത്തുണ്ട്. ഇനി ഹൈറ്റോ? ഹൈറ്റും കറക്റ്റാണ്. ദിനേശ്, എന്തോ നീ എന്താണ് പറയുന്നതെന്ന് നീ അറിയുന്നില്ല. വാസുവേട്ടൻ എന്താണ് പറയുന്നതെന്ന് ഞാനും അറിയുന്നില്ല. മകനെ, മരണത്തെ മുഖാമുഖം കാണുമ്പോഴും നീ തമാശ പറയാൻ ശ്രമിക്കുക. വാസുവേട്ടാ, വെറുതെ അവന്റെ ആത്മവിശ്വാസം കിടത്തല്ലേ. കുരുക്ക് റെഡി. എപ്പോഴാ പെൺപടകൾ ഒഴിവാക്കുന്നത്? ഇന്ന് രാത്രി, നാളെ, എന്നിട്ട് വേണമല്ലോ നിനക്ക് തൂങ്ങാനായിട്ട്. തൂങ്ങലൊന്നും എനിക്കത്ര പരിചയം പോരാ. അയ്യോ, ഒന്ന് തൂങ്ങാനായിട്ട് അടിക്ക്. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ കുരുക്കിട്ട് കഴുത്തേലിട്ട് മുറുക്കിയിട്ട് മുറുകി ഒന്ന് നോക്കിയിട്ട് ചൂളിക്കുന്ന കാലുണ്ട്. വാസട്ട ഒന്ന് അല്പത് വാസട്ട ഈ ചൂളൊന്ന് തട്ടി പറിച്ചേ. വാ വേഗം വാ, കാണിച്ചു കൊടുക്കാൻ മതിയാ.
ആ നിനക്ക് അഭിനയത്തിൽ പത്മശ്രീ കിട്ടും. കണ്ടോ, ആത്മഹത്യ വെറുതെ അഭിനയിച്ച് കാണിക്കുന്നവന്റെ വെപ്രാളം എത്ര ഭംഗിയായിരിക്കുന്നു. ആത്മഹത്യക്കും കൊലയ്ക്കുമിടയിൽ ആത്മനാദം പോലൊഴുകുന്നു പാളയം എന്നൊരു കവി എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് അയാളുടെ പേര്? നാക്കിന്റെ തുമ്പത്ത്. ചേട്ടാ വല്ലഭൻ. വല്ലവന്റെ കാര്യമല്ല പറഞ്ഞത്, എഴുതിയ കവിയുടെ കാര്യം പറഞ്ഞത്. ചേട്ടാ വല്ലഭൻ വല്ലാണ്ട് പിടയ്ക്കണെന്ന്. ആഹാ, അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവനെ രക്ഷിക്കുന്നത് പോലെ അഭിനയിക്കാം. ഓവറാക്കരുത്. ഇല്ല ഇല്ല ഇല്ല. ഇതാ പറയണത്, നിനക്ക് ടൈമിംഗ് ഇല്ലെന്ന് പറയുന്നത്. പതുക്കെ അവൻ എഴുന്നേറ്റ് ഓടൊന്നുമില്ല. പിടിച്ചേ വല്ലഭ. ദിനേശ, ശത്രുവിനെ കീഴടക്കാൻ 3 രാജതന്ത്രങ്ങൾ. കുറെ രാജതന്ത്രങ്ങൾ പയറ്റിയതല്ലേ, എല്ലാം ചീറ്റി പണ്ടാരടങ്ങിയില്ല. ഒന്ന് മിണ്ടായിരടാ അവിടെ. ക്ഷമയാണ് ലോകം കണ്ട ഏറ്റവും വലിയ AK-47. എന്റെ ഈശ്വര, ഒന്ന് ചിരിക്കാൻ പോലും വയ്യ. പാവം. നാളെ നിന്റെ ബർത്ത്ഡേ ആണ്. നാളെ എന്റെ അപ്പൂപ്പന്റെ ആണ്ടല്ലേ. എന്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് കുറെ നാളായില്ലേ. എങ്കിൽ അപ്പൂപ്പന്റെ ബർത്ത്ഡേ അത് നമ്മൾ ആഘോഷിക്കുന്നു. ആ. സാക്ഷാൽ അമ്പലപ്പുഴ പാൽപായസത്തെക്കാൾ നല്ല പാൽപായസം എന്റെ ഈ കൈകൊണ്ട് ഞാൻ ഉണ്ടാക്കുന്നു. എന്നിട്ട് നിന്റെ കൈകൊണ്ട് ആ പെൺകുട്ടിക്ക് കൊടുക്കുന്നു. അങ്ങനെ നമ്മൾ അവരുടെ മനസ്സ് കീഴടക്കുന്നു. കേട്ടോ, ഇനി ഈ ഒരു കഷ്ണം വിറകൂടിയേ ഉള്ളൂ. അത് മതിയാവും. പാകമായി കഴിഞ്ഞ് അവർ ഇറങ്ങുന്നേ. ഇവന്റെ കൈയാണ്. രാജതന്ത്രം എവിടം വരെയായി? ഉപ്പ് നോക്കാറായോ? ഉപ്പ് നോക്കാൻ ഇത് ഉപ്പുമാവല്ല. ഇത് ഉപ്പുമാവല്ലെന്ന് എനിക്കറിയാം. ഞാൻ ആ രാജതന്ത്രത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. സാമ്പിൾ നോക്കാൻ ഒരു പാത്രം രാജതന്ത്രം തന്നൂടെ? ഈ കിണറ്റിലെ സാമ്പിൾ നോക്കുന്നത് ആദ്യം ഇതിന്റെ രുചി നോക്കേണ്ടത് പെൺകുട്ടിയായിരിക്കണം. അത് കേട്ട് മതി നീ. ഉപ്പ് നോക്കാനൊന്നും ഞാനൊരു കള്ളം പറഞ്ഞതാ. സത്യത്തിൽ എന്റെ വയറ് വെച്ചെന്നിട്ടാ. ഗതി കെട്ടാ പുലി പുല്ലും തിന്നുന്നാണല്ലോ. അങ്ങനല്ലേ? മാടുകൾക്ക് പുല്ല് തന്നെയാണല്ലോ മട്ടൻ ബിരിയാണി. ചേട്ടാ, മണം അടിച്ചിട്ട് വായന വെള്ളം വന്നിട്ട് പാടില്ല. സത്യം. പോക്കറ്റിൽ എന്താണ് കശുവണ്ടിയാണോ? എന്താ ഇതിലിട്ടത്? ഇത് രുചി കൂടാൻ വേണ്ടിയുള്ള ടേസ്റ്റ്. രുചി കൂടാൻ വേണ്ടി ടേസ്റ്റ് അല്ല, സീക്രട്ട് ഞാൻ പറയൂല. അമ്പലപ്പുഴ പാൽപായസം. സത്യം സത്യം. വിളിക്ക്. ആരും കാണാനില്ല ഇവിടെ. ആരും. ഹലോ, ഇന്നെന്റെ ഹാപ്പി ബർത്ത്ഡേ. ഇത് കുറച്ച് മലമ്പുഴ പാൽപ്പായസ. അമ്പലപ്പുഴയിലുണ്ണിക്കണ്ണനോട് നീ. സോറി, മലമ്പുഴയല്ല, അമ്പലപ്പുഴ. അമ്പലപ്പുഴ പാൽപ്പായസ ഞാൻ എന്റെ സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കിയതാ. താങ്ക്സ്. ഓക്കേടാ. ലക്ഷ്യത്തിലേക്കുള്ള ആദ്യപടി വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. ഇന്ന് വൈകുന്നേരം ലക്ഷം മറ്റവൻ സംഘടിപ്പിച്ച് നമ്മൾ ഗംഭീരമായി ആഘോഷിക്കുന്നു. ഈ ഗാന്ധി മാർഗത്തിൽ എവിടെയാണ് മറ്റവൻ? നീ മിണ്ടരുത്, പറയുന്നത് കേട്ടാ മതി. ഞാൻ ആദ്യം ഈ പായസം കുടിച്ചൊന്ന് ആഘോഷിക്കട്ടെ. എന്നിട്ട് വേണം മലമ്പുഴയാണോ ചങ്ങമ്പുഴയാണോ തീരുമാനിക്കാൻ. ആരാ? നോക്കിയിട്ട് കുടിക്കാം. ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരു പോലീസ് സ്റ്റേഷന്റെ തിണ്ണ ഇറങ്ങണത്. നിങ്ങളൊക്കെ കാരണം എന്റെ മാനമാണ് പോയത്. നീ കരയാതെ വല്ലഭ, ഇതൊക്കെ അനുഭവിച്ചാലേ മനുഷ്യജന്മം പൂർണ്ണമാവും. പോലീസ് സ്റ്റേഷനും ജയിലുമെല്ലാം നമ്മുടെ കാശ് കൊണ്ട് നമ്മുടെ സർക്കാർ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതല്ലേ. ഇത്രയും നേരം ഞാൻ പിടിച്ചിരുന്നു. എന്റെ ദേഹത്ത് പോലീസ് അങ്ങനെ കൈവച്ചാലുണ്ടല്ലോ. കൈവച്ചാലേ സത്യം ഞാൻ തുറന്നു പറയും. എന്ത് സത്യം? പായസത്തിൽ വിഷമിട്ട് ആരാണെന്ന്. പായസത്തിൽ വിഷമിട്ട് ആരാടാ? ആരടാ? വാസുവേട്ടൻ. പിന്നെ വാസുവേട്ടല്ലേ പോക്കറ്റിൽ സാധനം എടുത്ത് ഇങ്ങനെ അടിച്ചത്? അത് നീ കണ്ടല്ലേ? ഇല്ല, ഞാനത് വെറുതെ കാണിച്ചാണ്. നീ അതൊന്നും ഇവിടെ കയറി വിളമ്പേക്കല്ലേ. പായസം വിളമ്പുമ്പോ ആലോചിക്കണായിരുന്നു. വാസുവേട്ടാ, അമ്പലപ്പുഴ ഭഗവാനാണ് സത്യം. നീ വിഷമിക്കണ്ട, പോയിക്കോ. പ്രതികളെ തമിഴ്നാട് പോലീസിന് എങ്ങനെ വിട്ടുതരുന്ന സാറ് പറയുന്നത്? അതായത് വിഷം ചേർത്ത പായസം കേരള അതിർത്തിക്കുള്ളിൽ നിന്നാണ് പ്രതി തമിഴ്നാട് അതിർത്തിക്കുള്ളിൽ നിന്ന പരാതിക്കാരിക്ക് കൊടുത്തത്. കൃത്യമായിട്ട് പറഞ്ഞാൽ കുറ്റകൃത്യം നടന്നിരിക്കുന്നത് കേരള അതിർത്തിക്കുള്ളിലാണ്.
അപ്പൊ പ്രതിയെ കസ്റ്റഡിയിലെടുക്കേണ്ട ചുമതല കേരള പോലീസിനും. എന്റെ സാറേ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇങ്ങനെ ഒരു കേസ് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് ഈ കേസ് കേരള പോലീസാണോ തമിഴ്നാട് പോലീസാണോ അന്വേഷിക്കേണ്ടതെന്ന് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. സോറി സാർ, പറഞ്ഞ കാരണങ്ങൾ വെച്ചുകൊണ്ട് പ്രതികൾ വിട്ടുതരാൻ ബുദ്ധിമുട്ടാണ്. ശരി, പാകലാം. നിന്നെയൊക്കെ തമിഴ്നാട് പോലീസിന് വിട്ടുകൊടുക്കാൻ ഇപ്പൊ വിളിച്ചത്. കഴിഞ്ഞ മാസം ചന്ദനം കടത്തിയ 4 തമിഴന്മാരുടെ വാരിയിൽ ഒടിച്ചതിന്റെ വാശി അവന്മാർക്ക്. അവന്റെ ഒക്കെ കൈ കിട്ടിയ അണ്ടർവെയർ പോലും ബാക്കി ഉണ്ടാവില്ല. എന്താ ജാമ്യത്തിന്റെ കാര്യത്തിനാ സാർ, ഇങ്ങേരാ കേരള ഹൗസിന്റെ ഓണർ. ഇങ്ങോട്ട് മാറിക്കണം. അപ്പൊ താനാണല്ലേ അമ്പലപ്പുഴ പാൽപ്പായസത്തിൽ വിഷം ചേർത്ത് കുടിപ്പിച്ചത്? എന്റെ കൈ വിഷം ഉണ്ടായിരുന്നെങ്കിൽ അത് മറ്റാർക്കും കൊടുക്കാതെ ഞാൻ തന്നെ കഴിച്ചേനെ. അത്രയ്ക്ക് പരിതാപകരമാ സാറേ എന്റെ അവസ്ഥ. മലയാളികളായതുകൊണ്ടാ നിന്നോടൊക്കെ ഇത്തിരി ദയ കാണിക്കുന്നത് എന്ന് വിചാരിച്ച് നെകളിക്കരുത്, ഇടിച്ച് പൊടിച്ചളയും ഞാൻ. ഇന്നെന്റെ ബർത്ത്ഡേ, നിന്റെയൊക്കെ ഭാഗ്യം ഈ ഒരൊറ്റ ദിവസം ഞാൻ കൈമനക്കിടത്തത്. പോയിക്കോ. നിന്നു ഡെയിലി വന്ന് ഒപ്പിട്ടോളണം. നിങ്ങളിൽ ആരെങ്കിലും മുങ്ങിയ താൻ അതിന് ഉത്തരം പറയേണ്ടി വരും. അപ്പൊ ഇവ മുങ്ങിയാല നീ തൂങ്ങും. ഇറങ്ങി പോടാ. സാറേ, ഹാപ്പി ബർത്ത്ഡേ. ബർത്ത്ഡേ ആയിട്ട് കുറച്ച് അമ്പലപ്പുഴ പാൽപ്പായസം ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്താക്കില്ലേ? കഴിവറ മോനെ, വിഷം നിന്ന് എന്നെയും കൊല്ലണ പരിപാടി. ഇറങ്ങി പോടാ.